പോയപ്പോൾ ഈ റിജി ആന്റണി എൻ്റെ അടുത്ത് വന്നു. ഈ കൈകൾ 5 വർഷമായിട്ട് ഇങ്ങനെ വേദനയ്ക്ക് ഇങ്ങനെ പിടിച്ച് ഉള്ള കൈയിൽ എപ്പോഴും കുളം പോലെ വരും, ബ്ലഡ് വരും. എന്നിട്ട് അതിങ്ങനെ ബ്ലേഡ് കൊണ്ട് പൊട്ടിക്കും. ആ ബ്ലഡ് ഇങ്ങനെ വാർന്നു പോയാൽ 1 മാസത്തിനുള്ളിൽ ഈ മുറിവുണങ്ങും. പക്ഷെ വീണ്ടും അടുത്ത സ്ഥലത്ത് ഇങ്ങനെ പൊള്ളം വരും, വീണ്ടും ഇങ്ങനെ പൊട്ടിച്ചു കളയും, വീണ്ടും പഴുക്കും, ചലവും പഴുപ്പൊക്കെ ആയിട്ട് ഈ വിരലുകളൊന്നും നിവർത്താൻ പറ്റുന്നില്ല. 5 വർഷമായിട്ട് അവർ ചെയ്യാത്ത ചികിത്സകളില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ സഹോദരിക്ക് മുടി കെട്ടാൻ പോലും പറ്റുന്നില്ല, വീട്ടിലെ പണി ചെയ്യാൻ പറ്റുന്നില്ല, മുടി കെട്ടാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ LCPS ധ്യാനകേന്ദ്രത്തിൽ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ചേച്ചി മുന്നിൽ ഇങ്ങനെ കുഷ്ഠരോഗികളെ പോലെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. സ്തുതിക്കാനൊക്കെ പറയുമ്പോൾ കയ്യടിക്കാനൊക്കെ പറയുമ്പോൾ ഈ ചേച്ചി കയ്യടിക്കാനൊക്കെ പറ്റില്ല, ഈ ചേച്ചി ഇരുന്ന് കരയുകയാണ്. അപ്പോൾ അത് വെള്ളിയാഴ്ച ദിവസം ശുശ്രൂഷയാണ് LCPS-ൽ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചേച്ചി എന്താ പറ്റി കയ്യിൽ ചേച്ചി പറഞ്ഞു, കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ കയ്യിൽ ഇങ്ങനെ പൊളം വരുന്നു, ബ്ലഡ് വരുന്നു, അത് കട്ട് ചെയ്തു. ഞാൻ പല ഡോക്ടർമാരെയും കാണിച്ചു, പക്ഷെ എന്താണെന്നറിയില്ല, ഒരു അപൂർവ രോഗമാണെന്ന് പറയുന്നത്, എന്നും മരുന്ന് കഴിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ഈ ആപാധ്യാലയത്തിൽ ഒരു ജാഗരണ പ്രാർത്ഥനയുണ്ട്, 4ാമത്തെ ശനിയാഴ്ചയാണ്, ചേച്ചിക്ക് അതുവരെ ഒന്ന് വരാൻ പറ്റുമോ? ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് പറയാൻ അവർ പ്രാർത്ഥിക്കും, ചേച്ചിയുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കും, വലിയ വിടുതൽ ലഭിക്കും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഞാനും പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഈ ചേച്ചി ഇങ്ങനെ നിന്ന് കരയുന്നത് കണ്ടപ്പോൾ ഞാൻ ബൈബിൾ എൻ്റെ കയ്യിൽ ഈ ബൈബിളുണ്ട്, ഞാൻ പ്രസംഗം കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ബൈബിൾ വെച്ചിരിക്കുന്നത്. ഈ ചേച്ചി ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ഇങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു, പക്ഷേ ഒരു വചനം തരണമേ കർത്താവേ, ഈ ചേച്ചിക്ക് ഒരു വചനം, കർത്താവ് നിന്റെ വചനത്തിൻ്റെ ശക്തിയാണ് ഈ രോഗം സൗഖ്യപ്പെടുന്നത്, കർത്താവ് ആരാധനയും വന്നിട്ട് സാക്ഷ്യപ്പെടുത്താൻ മാറും, കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞത്. ഞാനിങ്ങനെ ബൈബിള് വെറുതെ നിവർത്തി. ഞാനിങ്ങനെ നിവർത്തിയിട്ട് ഞാനിങ്ങനെ എൻ്റെ വിരൽ കൊണ്ടിട്ട് ഇങ്ങനെ വെറുതെ വെച്ചു. വെച്ചപ്പോൾ ഞാൻ 2 മക്കാബ് 9:22 എന്നുള്ള വചനത്തിൻ്റെ അടുത്ത് കൊണ്ടിട്ടാണ് ഈ വിരൽ വെച്ചത്. ചിലപ്പോൾ വരെ ഞാൻ ബൈബിള് 2-3 ആവർത്തി വായിച്ചിട്ടുള്ളവരാണ്, 30 മുതൽ വെളിപാട് വരെ വായിച്ചിട്ടുള്ളതാണ്. വചനം കുറെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 4 കൊല്ലം ഞാൻ ബൈബിൾ വാക്യങ്ങൾ കാണാപ്പാടം പഠിക്കാൻ വേണ്ടി കുറെ ബൈബിൾ വാക്യങ്ങൾ എഴുതാറുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തൊരു വചനത്തിൻ്റെ മേലാണ് ഞാൻ ഈ കൈവച്ചത്. അപ്പം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഈ അവസ്ഥയിൽ ഞാൻ ഭഗ്നാശനായി പോവുകയില്ല, ഈ രോഗത്തിൽ നിന്ന് ഞാൻ പൂർണ്ണമായി സൗഖ്യപ്പെടുമെന്ന് ഞാൻ ഉറച്ചു പ്രത്യാശിക്കുന്നു. 2 മക്കാബർ 9:22 എന്ന് വായിച്ച് 2 മക്കാബർ 9:22. അപ്പം ഞാനിത് ഈ വചനം വരെ കിട്ടിയപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരു കുളിർമയേറ്റുമായി ഞാൻ പറഞ്ഞു, ചേച്ചി റിജി ആന്റണിയുടെ പേര് റിജി ഒരു കാര്യം ചെയ്യും, റിജി ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുകയും അടുത്ത 4ാമത്തെ ശനിയാഴ്ച 13 മണിക്കൂർ ആരാധനയ്ക്ക് വായോ, സ്വർഗത്തിലെ ദൈവം സ്പർശിക്കും, എനിക്ക് വലിയൊരു പ്രത്യാശയുണ്ട്, ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുകയും സാധിക്കുമെങ്കിൽ ഈ വചനം 10 പ്രാവശ്യം എഴുതുക, സാധിക്കുമെങ്കിൽ ചേച്ചി 10 പ്രാവശ്യം ഈ വചനം കാണാപ്പാടം വഴി. ഈ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ഇല്ലേ, ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യും. അപ്പോൾ ചെയ്തോളൂ, എൻ്റെ ബ്രദറെ ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം, എനിക്ക് എൻ്റെ മുടിയൊന്നും കേട്ടാൻ പറ്റുള്ളൂ, എന്നെ കുളിപ്പിക്കുന്ന എൻ്റെ ഭർത്താവാ, ഒരു നേരത്തെ ഭക്ഷണം വെച്ചോണ്ടല്ലോ, ഭയങ്കര കരച്ചിൽ. സ്നേഹമുള്ളവരെ, റിജി ആന്റണി പിന്നീട് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 മക്കാബർ 9:22 വായിച്ച് 2 മക്കാബർ 9:22. ഈ അവസ്ഥയിൽ എല്ലാവരും പറഞ്ഞ എന്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭഗ്നാശനാവുകയില്ല, ഈ രോഗത്തിൽ നിന്നും സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശയുണ്ട്. സഹിക്കാൻ ദൈവം തരുന്നതായിരിക്കാം, അത് നമ്മൾ സഹിച്ചു നിൽക്കണം. ചില രോഗങ്ങളൊക്കെ ആരാധനയിൽ മാറ്റപ്പെടുന്നതാണ്. നിങ്ങളിൽ തന്നെ പലർക്കും രോഗസൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം പറയുന്നത് ഞങ്ങൾക്കിവിടെ അത് ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പേപ്പറാക്കി തരും. അപ്പോൾ നിങ്ങൾ കുർബാനയ്ക്ക് മുമ്പേ അതിൽ 3 നിയോഗങ്ങൾ എഴുതിയിടണം. നിങ്ങൾ ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ഏതെങ്കിലും നിയോഗമായിരിക്കാം, ചെറിയ നിയോഗം വലുത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതിടാം. നിങ്ങളൊക്കെ ഈശോ പറയണം, കർത്താവേ അടുത്ത മാസം നിങ്ങൾ പറയാം, കർത്താവ് എനിക്ക് അത് ഏറ്റവും അടുത്ത് ലഭിക്കേണ്ടത്, നീ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് സാധിക്കും, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിക്കും. ജോബ് 22:28. ഞാൻ
റിജിയോട് പറഞ്ഞു, റിജി നീ വചനം വെച്ച് പ്രാർത്ഥിക്കും, സ്വർഗത്തിലെ ദൈവത്തോടും സ്നേഹമുള്ള വചനത്തിന് ശക്തിയുണ്ട്. പറയുന്ന വിൽസനെ, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്, ഞാനൊരു വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്, എനിക്ക് വലിയ കുറച്ച് നാളിങ്ങനെ വേഗമാക്കി പഠിപ്പിക്കുന്നു അല്ലാതെ ഞാനതിനെ ഈ കാണാപാട് 2016 ഒരു ദൈവിക ഒരു വെളിപാടത്തിലൂടെ ഞാൻ ഇങ്ങനെ വചനം പഠിച്ചതാണ്. അല്ലാണ്ട് എനിക്ക് വലിയ ഒരു സാധ്യതകളുള്ള മനുഷ്യനൊന്നുമല്ല. പക്ഷെ ഞാൻ കണ്ട ഒരു സത്യം, വചനം വെച്ച് പ്രവർത്തിച്ചോ അത്ഭുതങ്ങൾ സംഭവിക്കുക. 11ാമത്തെ ദിവസം റിജിയുടെ വേരുകൾ നിവർന്നു. കരമടിച്ച് ദൈവത്തിൽ 11ാമത്തെ ദിവസം